ബിജെപി എംപി ബൈജയൻ ജയ് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള ബഹുകക്ഷി പ്രതിനിധി സംഘം അൾജീരിയയിലെത്തി. ഇന്ത്യയും അൾജീരിയയും തമ്മിലുള്ള സൗഹാർദ്ദപരമായ ബന്ധങ്ങളെക്കുറിച്ച് അംബാസഡർ ഡോക്ടർ സ്വാതി വി കുൽക്കർണിയുടെ വിശദീകരണത്തോടെയാണ് അൾജീരിയയിലെ പര്യടനം ആരംഭിച്ചത്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അൾജീരിയയുടെ നിലപാട് അവർ വിശദീകരിച്ചു. നോട്രെ ഡാം ഡി അഫ്രിക് പള്ളി സംഘം സന്ദർശിച്ച് പഹൽഗാം ആക്രമണത്തിലെ ഇരകളുടെ സ്മരണയ്ക്കായി മെഴുകുതിരികൾ കത്തിച്ചു. തീവ്രവാദത്തിനും അക്രമത്തിനും തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിനുമെതിരെയാണ് ഇന്ത്യയുടെയും അൾജീരിയയുടെയും പോരാട്ടമെന്നും രണ്ട് രാജ്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ പറഞ്ഞു. അതേസമയം ബജറ്റിന്റെ 20 മുതൽ 25% പ്രതിരോധത്തിനായി ചിലവഴിക്കുന്ന പാകിസ്ഥാന്റെ വായ്പകളിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ എപ്പോൾ വേണമെങ്കിലും തകരുമെന്നും അവർക്ക് സഹായം നൽകുന്ന രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്നും ബിജെപി എംപി നിഷികാന്ത് ദുബെ പറഞ്ഞു.